വൺ പീസിലെ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള സ്ട്രോ ഹാറ്റ്സിന്റെ അൾട്ടിമേറ്റ് ഗോൾ അവരുടെ ക്യാപ്റ്റനായ ലൂഫിയെ പൈററ്റ് കിങ് ആക്കുക എന്നാണ്. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും അവരുടേതായ സ്വപ്നങ്ങളും. സോറോക്ക് അത് മാസ്റ്റർ സോർഡ്സ്മാൻ ആണെങ്കിൽ റോബിൻ അത് പോണോഗ്ലിഫുകളുടെ പിന്നിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കുക എന്നാണ്. അതുപോലെ തന്നെ നാമിക്ക് വേൾഡിന്റെ ഒരു പെർഫെക്റ്റ് മാപ്പ് വരയ്ക്കുക എന്നാണ്. ഇതെല്ലാം ഇവഞ്ച്വലി നടക്കും, കാരണം ലൂഫിയുടെ പൈററ്റ് കിങ് എന്ന ജേണിയിൽ അവർ ഇതിനെല്ലാം തരണം ചെയ്യുമ്പോൾ അവരുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകും. ബട്ട് സാഞ്ചിയുടെ ഡ്രീം ആയിട്ടുള്ള ഓൾ ബ്ലൂ എന്ന സ്വപ്നം ലൂഫി പൈററ്റ് കിങ് ആയാൽ പോലും സാധ്യമല്ല എന്നാണ്. കാരണം ഓൾ ബ്ലൂ എന്നത് നിലവിൽ വൺ പീസ് വേൾഡിൽ ഇല്ലാത്ത ഒന്നാണ്. വേൾഡ് മാപ്പ് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ബ്ലൂ ഈ 4 കടൽ ഒന്നിച്ചാൽ മാത്രമേ ഓൾ ബ്ലൂ പോസിബിൾ ആകൂ. അതിന് ഒരേ ഒരു മാർഗം റെഡ് ലൈൻ തകർന്ന് 4 കടലുകൾ ഒന്നിക്കണം. അതായത് വെഗാപക്കിങ്ങിന്റെ ഫൈൻഡിങ്സ് പോലെ വൺ പീസ് വേൾഡിനെ കടൽ വിഴുങ്ങണം. ഇനി ഇത് നടക്കാനുള്ള ഒരേ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ലൂഫി റെഡ് ലൈനിനെ തകർക്കണം എന്നുള്ളതാണ്. കാരണം ഫിഷ്മാൻ ഐലൻഡിൽ വെച്ച് മാഡം ഷാർലിയുടെ പ്രഡിക്ഷൻ എന്നത് പറയുന്നത് ലൂഫി ഫ്യൂച്ചറിൽ ഫിഷ്മാൻ ഐലൻഡിനെ തകർക്കും എന്നാണ്. പക്ഷെ അത് ചിലപ്പോൾ ഇങ്ങനെയാവാം, റെഡ് ലൈനിന്റെ താഴെയാണ് ഫിഷ്മാൻ ഐലൻഡ് ഉള്ളത്. അപ്പോൾ റെഡ് ലൈനിന്റെ തകർച്ച ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഒബ്വിയസ്ലി അത് ഫിഷ്മാൻ ഐലൻഡിനെയാണ്. അങ്ങനെയെന്നാൽ 4 കടൽ ഒന്നിച്ചാൽ സാഞ്ചി കണ്ട ഓൾ ബ്ലൂ എന്ന സ്വപ്നം വെറും കുക്കിംഗ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് തന്റെ ക്യാപ്റ്റനായിട്ടുള്ള ലൂഫി ഈ ലോകത്തിന്റെ തന്നെ സ്ട്രക്ചർ മാറ്റിമറിച്ച് ഒരു പെർഫെക്റ്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്.